അസമിലേക്ക് പോകാം. അസമിൽ ലവ് ജിഹാദും ബഹുഭാര്യാത്വവും തടയുന്ന ബിൽ ഉടൻ പ്രാബല്യത്തിൽ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പ്രഖ്യാപനം നടത്തിയത്. സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്ന് മുഖ്യമന്ത്രി. ലവ് ജിഹാദിൽ പിടിയിലാകുന്ന പുരുഷന്മാരുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കടുത്ത തീരുമാനങ്ങളുമായിട്ടാണ് അസം സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലവ് ജിഹാദിലും ബഹുഭാര്യാത്വത്തിലും കടുത്ത നടപടി, രണ്ടും ഇല്ലാതാക്കും, രണ്ടും തടയും എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഏറെ ഗൗരവമുള്ള നിയമനിർമ്മാണത്തിനാണ് അസം ഒരുങ്ങുന്നത്. അസമിൽ ലവ് ജിഹാദും ഒപ്പം ബഹുഭാര്യത്വവും തടയുന്നതിന് നിയമം കൊണ്ടുവരും. വരുന്ന നിയമസഭാ സമ്മേളന കാലയളവിൽ ഈ നിയമം അവതരിപ്പിച്ച് പാസാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം വ്യക്തമാക്കിയത് സമൂഹം നേരിടുന്ന വലിയ പ്രശ്നമാണ് ലവ് ജിഹാദും ബഹുഭാര്യത്വവും. സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തുന്നത്. ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള നടപടിയും സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതായത് നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള നടപടിയും സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതായത് രാജ്യത്ത് പ്രണയം നടിച്ചുകൊണ്ടും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നു. ഇത്തരത്തിൽ ചില സംസ്ഥാനങ്ങൾ അതിനെ നിയമം മൂലം തടയുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസാമിൽ ലവ് ജിഹാദും ബഹുഭാര്യത്വവും തടയുന്നതിനാണ് ഇപ്പോൾ നിയമം കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ലവ് ജിഹാദ് നടത്തി എന്ന് കണ്ടെത്തി അതിൽ പിടിയിലാകുന്ന പുരുഷന്റെ മാതാപിതാക്കളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് ബില്ലിൽ വ്യവസ്ഥയുണ്ടാകും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ലവ് ജിഹാദ് നടത്തുന്നയാളുടെ കുടുംബവും നിയമപരമായി ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് സാരം. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് നിലവിൽ അസം സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കും വികസനത്തിനും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്നും ജനസംഖ്യാ നിയന്ത്രണത്തിന് ആദ്യം ബോധവൽക്കരണവും പിന്നീട് വിഷയത്തിൽ കടുത്ത നടപടിയും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. അസമിൽ ലവ് ജിഹാദും ബഹുഭാര്യാത്വവും തടയുന്ന ബിൽ ഉടൻ പ്രാബല്യത്തിൽ വരും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പ്രഖ്യാപനം നടത്തിയത്. സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്ന് മുഖ്യമന്ത്രി. ലവ് ജിഹാദിൽ പിടിയിലാകുന്ന പുരുഷന്മാരുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യും. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.